സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും സ്പോട്ട് ലൈവ് ആരംഭിക്കുകയാണ്. വളരെ നിർണായകമായ വാർത്താ ദിവസമാണിന്ന് കടന്നു പോകുന്നത്. ഇതിലേറ്റവും പ്രധാനം കോഴിക്കോട് നടന്ന സംഭവമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട തീപിടുത്തവും അതിൻ്റെ തുടർ വിവാദങ്ങളും അവസാനിക്കുന്നില്ല. അവിടെ ആരോഗ്യമന്ത്രിയുടെ പരിശോധന നടക്കുന്നു. മന്ത്രിയുടെ കൂടുതൽ വിശദമായ പ്രതികരണങ്ങളൊക്കെ നമുക്ക് ഒരുപക്ഷെ സ്പോട്ട് ലൈവിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞേക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീപിടുത്തത്തിൽ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. 5 പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തത്തിൻ്റെ കാരണം ഇപ്പോഴും അവ്യക്തമാണ്. പുക ശ്വസിച്ചാണ് മരണമെന്നാണ് ബന്ധുക്കളുടെ പരാതി. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യും. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെടുന്നു. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകുമെന്നാണ് ആരോഗ്യമന്ത്രിയുടെയും പ്രതികരണം. ഓഫീസേഴ്സുമായി അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ എല്ലാവരും ചേർന്നുള്ള ഒരു മീറ്റിംഗ് ഇവിടെ യോഗം ചേരാനായിട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ആ ഒരു യോഗത്തിന് ശേഷം വളരെ വിശദമായിട്ട് സംസാരിക്കാം. ഇപ്പോൾ ഇവിടെ ഫോറൻസിക് വിഭാഗത്തിൻ്റെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ സാങ്കേതികമായിട്ടുള്ള മറ്റു പരിശോധനകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. എന്താണ് കാരണം എങ്ങനെയെന്നുള്ളതൊക്കെ വിശദമായിട്ടുള്ള പരിശോധനയുടെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പറയാനായിട്ട് കഴിയുക. എന്തായാലും മുഖ്യമന്ത്രിയും വിഷയത്തിൽ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും സംഭവവും ഗൗരവമാണ്. കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകും. ഈ ദുരൂഹത നീക്കാൻ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെയും വാക്ക്. ഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ അന്വേഷണത്തിന് ശേഷമാണ് കൃത്യമായ കാരണങ്ങൾ കണ്ടെത്താനാവുക. അതോടൊപ്പം ആരോഗ്യമന്ത്രി വീണ ജോർജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ട്. അവരുടെ സന്ദർശനവും കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ്. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. എന്തായാലും മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത് പോലെ ആരോഗ്യമന്ത്രി ഇപ്പോൾ അവിടെ സന്ദർശനം തുടരുകയാണ്. ഒപ്പം എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ പരിശോധന ആവശ്യമാണ്, വ്യക്തത ആവശ്യമാണ്. MS അനീഷ് കുമാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്. അനീഷ്, മെഡിക്കൽ കോളേജിന്റെ സാഹചര്യം എന്താണ്? ഫോറൻസിക് സംഘം അടക്കം അവിടെ പരിശോധന നടത്തുന്നു. ആരോഗ്യമന്ത്രി കൂടുതൽ വിശദാംശങ്ങൾ മാധ്യമങ്ങളോട് പിന്നീട് പറയാം എന്നും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഏതു തരത്തിലുള്ള പരിശോധനയാണ് നടക്കുന്നത്? സജിത്ത്, 3 തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ഒന്ന്, മരിച്ച ആളുകളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ മോർച്ചറിയിൽ പുരോഗമിക്കുന്നുണ്ട്. രാവിലെ തന്നെ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയിരുന്നു. 5 പേരാണ് ഇന്നലെ ആശുപത്രിയിൽ മരിച്ചത്. ഇതിൽ 3 പേരുടെ മരണമാണ് ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായത് എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ബന്ധുക്കൾ ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു. ചികിത്സയിൽ ഇരിക്കെ വെന്റിലേറ്റർ സൗകര്യം മാറ്റിയപ്പോൾ താഴേക്ക് കൊണ്ടുവന്നതിനിടെ മരണം സംഭവിച്ചു എന്നാണ് അവർ പറയുന്നത്. ഒരാളുടെ ഓക്സിജൻ സിലിണ്ടർ സപ്പോർട്ടോടുകൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. അതും മാറ്റി, അതുകൊണ്ട് പിന്നീട് മരണം സംഭവിച്ചു എന്ന് പറയുന്നു. മറ്റ് 2 പേർ മരിച്ചാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അതുകൊണ്ട് അക്കാര്യത്തിൽ കൂടുതൽ സംശയങ്ങളില്ല എന്ന് പറയുന്നു. എന്തായാലും ഈ 5 പേരുടെ മൃതശരീരങ്ങളും പോസ്റ്റ്മോർട്ടം ചെയ്താണ് പിന്നീട് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. അക്കാര്യം അവിടെ പുരോഗമിക്കുന്നുണ്ട്. മറുവശത്ത് ഈ അപകടമുണ്ടായ സ്ഥലത്ത് നേരത്തെ മന്ത്രി വീണ ജോർജ് സന്ദർശിച്ചിരുന്നു. അവിടെ ഫോറൻസിക് വിദഗ്ധരടക്കം എത്തി തെളിവ് ശേഖരിക്കുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. UPS മുറിയിലെ ബാറ്ററികൾ പൊട്ടി തെറിച്ച് അത് കത്തിയ അവസ്ഥയിലായിരുന്നു. അക്കാര്യം ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തു. ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പൊട്ടിത്തെറി ഉണ്ടായത്? എങ്ങനെയാണ് തീപിടുത്തവും പുകയും ഉണ്ടായത്? എന്തുകൊണ്ട് ഇത്തരം ഒരു അപകടം ഉണ്ടായപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് പുറത്തേക്ക് വരാൻ കഴിഞ്ഞില്ല? എമർജൻസി വാതിലുകൾ അടക്കം ചവിട്ടിപ്പൊളിച്ചാണ് പുറത്തേക്ക് എത്തിയതെന്ന് നേരത്തെ ദൃക്സാക്ഷികളൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും അക്കാര്യത്തെക്കുറിച്ചുള്ള അന്വേഷണം നടക്കും. ഇതിനൊക്കെ അപ്പുറത്താണ് മറ്റ് കാര്യങ്ങൾ. ഇത് അപകടവുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതിനാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നത്. ഏതാണ്ട് 1 മണിക്കൂറിലധികമായി ഈ പ്രിൻസിപ്പൽ ഓഫീസിൽ യോഗം പുരോഗമിക്കുകയാണ്. മന്ത്രി AK ശശീന്ദ്രൻ അടക്കമുള്ളവർ നേരത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. പ്രിൻസിപ്പൽ സൂപ്രണ്ട്, മറ്റ് ഡിപ്പാർട്ട്മെന്റ് മേധാവികൾ എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുമുണ്ട്. ഇതിനുശേഷം മാധ്യമങ്ങളെ കാണും. പ്രധാനമായും എന്താണ് അപകടമുണ്ടായ സാഹചര്യം, അപകടമുണ്ടായപ്പോൾ ഏത് തരത്തിലുള്ള പിഴവുകൾ അധികൃതർക്കുണ്ടായി, അല്ലെങ്കിൽ ഈ കെട്ടിടത്തിന് സുരക്ഷാ ഭീഷണിയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള വിശദീകരണം നൽകും. ഒപ്പം ഈ മരണവുമായി ബന്ധപ്പെട്ട വ്യക്തത നീക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് എത്ര പേരാണ് ഈ അപകടമുണ്ടായ
ആ സമയത്ത് മരണപ്പെട്ടത്. അവർക്ക് ഈ വെന്റിലേറ്റർ സൗകര്യമടക്കം മാറിയതാണോ മരണത്തിലേക്ക് നയിച്ച സാഹചര്യം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി ആശുപത്രിയുടെ പ്രവർത്തന രീതികളെ കുറിച്ച് തന്നെയാണ്. കാരണം കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മലബാർ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. നൂറുകണക്കിന് ആളുകളാണ് പ്രതിദിനം ഇവിടേക്ക് എത്തുന്നത്. മലയോര മേഖലകളിൽ നടക്കം അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുടെ ഒരു ആശ്രയമായി മാറുന്നതും മെഡിക്കൽ കോളേജ് തന്നെയാണ്. അതുകൊണ്ട് ആശുപത്രി കാഷ്വാലിറ്റിയുടെ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കേണ്ടതുണ്ട്. അതിനേക്കാൾ പ്രാധാന്യമുള്ളത് സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്ന സർവസജ്ജമായ മുറികളാണ് ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ സർവസജ്ജമായ ഡിപ്പാർട്ട്മെന്റുകളാണുള്ളത്. അവയുടെ പ്രവർത്തനം അനിശ്ചിതമായി നീളുന്നത് വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നിലവിൽ ബീച്ച് ആശുപത്രിയിലാണ് കാഷ്വാലിറ്റി വിഭാഗം പ്രവർത്തിക്കുന്നത്. ഹൃദ്രോഗ വിഭാഗത്തിനടക്കമുള്ള സൗകര്യങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെയും ഈ അഗ്നിശമന വിഭാഗങ്ങളുടെയും പരിശോധനകൾ പൂർത്തിയാക്കി ഈ ആശുപത്രിയുടെ പ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കേണ്ടതുണ്ട്. എന്തായാലും ഇതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷം NOC ലഭിച്ച് വീണ്ടും ഈ പ്രവർത്തനം ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ആശുപത്രി പ്രവർത്തനം പഴയ രീതിയിൽ പുനരാരംഭിക്കുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങളെ പറ്റിയുള്ള കൃത്യമായ വിശദീകരണങ്ങൾ ഇപ്പോൾ ഉണ്ടാവും. അല്പസമയത്തിനകം മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കാണും. മാധ്യമങ്ങൾ ഇപ്പോൾ അകത്തേക്ക് ഈ കോൺഫറൻസ് നടക്കുന്ന ഹാളിലേക്ക് വിളിച്ചിട്ടുണ്ട്. സജിത്ത്, യെസ്, അല്പസമയത്തിനുള്ളിൽ തന്നെ വീണ ജോർജ് അവിടെ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ദുരൂഹതകൾ നിരവധിയുണ്ട്, ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ട്. അനീഷ്, മാധ്യമങ്ങളെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയാണോ? അങ്ങനെയെങ്കിൽ ഇതുവരെ ഉണ്ടായ കാര്യത്തിൽ പ്രത്യേകിച്ച് ബന്ധുക്കൾ ഉന്നയിക്കുന്ന വലിയ ആരോപണമുണ്ടല്ലോ, അവർക്ക് അവിടെ ചികിത്സ ഓക്സിജൻ എടുത്തു മാറ്റിയതിനു ശേഷം ശ്വാസം മുട്ടിയാണ് മരണമെന്ന ബന്ധുക്കളുടെ ആരോപണമുണ്ട്. അത് തെളിയിക്കപ്പെടുമെങ്കിൽ ഗുരുതരമായ ആക്ഷേപമാണ്. ഇക്കാര്യത്തിൽ മന്ത്രിയുടെ ഒരു വ്യക്തത പ്രതീക്ഷിക്കാമോ? തീർച്ചയായും ഇക്കാര്യങ്ങളിലൊക്കെ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് വ്യക്തതയുണ്ട്. ഏറ്റവും പ്രധാനം ഈ അപകടവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ആളുകളുടെ നാശം അല്ലെങ്കിൽ ആളുകൾ മരിച്ചു എന്നതിനെ കുറിച്ച് തന്നെയാവും. പിന്നീടാണ് ആശുപത്രിയുടെ മറ്റ് ക്രമീകരണങ്ങളെ കുറിച്ച് വിശദീകരണങ്ങളുണ്ടാവും. ഏതായാലും വളരെ വിശദമായി തന്നെ സംസാരിക്കാമെന്നാണ് നേരത്തെ മന്ത്രി വ്യക്തമാക്കിയത്. എന്തായാലും അല്പസമയത്തിനകം ആ വാർത്താ സമ്മേളനം ആരംഭിക്കും. എന്തായാലും മരിച്ച കൊയിലാണ്ടി സ്വദേശി ഗംഗാധരന് ഓക്സിജൻ സഹായം നൽകിയിരുന്നു. തീപിടുത്തമുണ്ടായപ്പോൾ ഓക്സിജൻ വിച്ഛേദിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് മരണം സംഭവിച്ചതെന്ന് അദ്ദേഹത്തിന്റെ ബന്ധു രാജീവൻ പറഞ്ഞു. എൻ്റെ സിസ്റ്റർ ICUലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു അവിടെ നിന്ന് ഒരു പൊട്ടലും ഇതൊക്കെ വന്നത്. അപ്പോൾ പിന്നെ ഭയങ്കര പുകയും ഇതൊക്കെ ആയിട്ട് വന്നു. പിന്നെ അപ്പോൾ എല്ലാവരെയും അവിടുന്ന് വേഗം മാറ്റാൻ ആദ്യം കുറേ പേഷ്യൻറ്റിൻ്റെ കൂടെ കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ഞങ്ങൾ വേഗം ഒരു സൈഡിൽ കൂടെ പുറത്തിറക്കി. അവിടെ അങ്ങനെ നോക്കുമ്പോൾ എമർജൻസി ഡോറിൽ ചെയിൻ വെച്ച് ലോക്ക് ചെയ്തൊക്കെയായിരുന്നു. അതൊന്ന് ചെയിൻ തുറന്ന് ഒരു ഡോറ തുറക്കാൻ പറ്റുകയുള്ളൂ. അതിൽ കൂടെ ആൾക്കാരെ ഇതാക്കി. പിന്നെ ICUലുള്ള പേഷ്യൻറ്റിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല ആ ഡോറിൽ കൂടെ. എന്നിട്ട് ഞങ്ങൾ ഇപ്പുറത്ത് കൂടെ പോയിട്ട് ഒരു ഡോറ് ചവിട്ടി എല്ലാവരും കൂടി ചവിട്ടി പൊളിച്ചിട്ടാണ് വെന്റിലേറ്ററിലുള്ള രോഗിനെയൊക്കെ ഇതാക്കിയത്. ഇങ്ങോട്ട് വന്നപ്പോൾ വെന്റിലേറ്ററൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത്. എന്നിട്ട് നേരെ എടുത്തിട്ട് മുറ്റത്ത് അവിടെ പുറത്ത് കൊണ്ടുപോയി വെക്കുന്നു. എന്നിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ആംബുലൻസ് വന്നിട്ട് ഇങ്ങോട്ട് ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അതുവരെ വെന്റിലേറ്റർ സഹായം ഇല്ലാതായിരുന്നു നിന്നത്. ഒരു അനാസ്ഥ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ പറയുന്ന പുറത്തുനിന്ന് വന്ന രോഗികളുടെ കൂടെ നിൽക്കുന്ന ആളുകളാണ്, അതേപോലെ തന്നെ നഴ്സുമാർ. ആ ഒരു 15 മിനിറ്റ് ടൈം, ആ ഒരു സമയം ആണ് ഇവരെ ഈ ശരിക്കും അവരെ ജീവൻ എടുക്കാനുള്ള ഒരു കാരണം. കാരണം അതിനുള്ള സംവിധാനങ്ങൾ ICUയിൽ വെന്റിലേറ്ററിലുള്ള ഒരു രോഗിനെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടാൽ സംഭവിക്കുന്നത് അത് ഇവിടെ ICUയിലേക്കാണ് മാറ്റുന്നത്. ഇവിടെ മറ്റൊരു ഇതിലേക്ക് ICUയിലേക്കാണ് മാറ്റുന്നത്. ICUയിൽ ഈ പറഞ്ഞ വെന്റിലേഷൻ സൗകര്യങ്ങളില്ല. അപ്പോൾ അതൊരു കാരണമാണ്. സംഭവം വെച്ചാൽ ഞങ്ങള് ഓക്സിജൻ കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരമാണ് ഒരു പൊട്ടലും ഒരു പുകയും കൂടി വരുന്നത്. അന്നേരം ഇത് ആകെ പ്രശ്നമായി. ഞങ്ങളിത് മാറ്റാനായില്ല. ഓക്സിജൻ ഇങ്ങനെ കൊടുത്തിരിക്കുകയല്ലേ, അങ്ങനെ പുക ജാസ്തിയായത് കൊണ്ട് ഞങ്ങൾ സ്കച്ചറോടെ പുറത്തേക്ക് ചാടുകയാണുണ്ടായി. ഓക്സിജൻ ഇല്ല, ഓക്സിജന്റെ ചുമരുമ്പിൽ ഫിറ്റിംഗ് അല്ലേ, അത് എന്റെ വയറെല്ലാം കൂടി പുറത്ത് പിടിച്ചിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് വിടുന്നത്. ഇല്ല 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 മരിക്കുന്ന അതിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു മതി വർത്താനം പറയാനും. ഓക്സിജനത്തെ ഇങ്ങനെ ഓരോന്ന് പറയാനും. പിന്നെ എനിക്ക് വെള്ളം വേണോ, മറ്റേത് വേണോ, എനിക്ക് ഇതെന്താ മാസ്ക് എടുത്താൽ എന്താ ഇങ്ങനെ പോകാന്നല്ല ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞങ്ങളായിരുന്നു പേടിക്കാനൊന്നുമില്ല, ഒരു പേടിപ്പിക്കാറില്ലോ. ഞങ്ങളത് പേടിപ്പിക്കാനൊന്നുമില്ല. നമ്മൾ സൽക്കാലത്തെ പുറത്തേക്ക് നിൽക്കുകയെന്ന് മാത്രം, അതാ പറയും. ഞങ്ങൾക്ക് ഗശാട്ടിന്ന് പുറത്തേക്ക് ഞങ്ങൾ പുറത്തേക്ക് വലിച്ച് എല്ലാവരും പുകയായിട്ട് എല്ലാവരും രക്ഷപ്പെടാനല്ലേ. ഞങ്ങൾ സൈഡിലേക്ക് മാറ്റി നിന്ന് ബസ്സിന്റെ കുറച്ചുകൂടി മുന്നോട്ടേക്ക് കയറ്റിക്കില്ല. ഡോക്ടർമാര് 5 മിനിറ്റ് ഡോക്ടർ എത്തി.
വല്ല ഓരോരോ രോഗിനെ കയറ്റുന്നുണ്ടല്ലോ, ആംബുലൻസിലേക്ക് കയറ്റുന്നുണ്ടല്ലേ. അങ്ങനെ ഞങ്ങള് ഡോക്ടർ അന്ന് മരിച്ച് അതിന്റെ ഇതെല്ലാം ചെയ്തിരുന്നു. ഈ ഓക്സിജൻ കട്ട് ചെയ്തിട്ട് താഴേക്ക് കൊണ്ടുവന്നുകൊണ്ട് തന്നെ മരിച്ച മരണ കാരണം. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും വലിയ തരത്തിലുള്ള ആക്ഷേപം അവിടെ ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. ശ്വാസമുട്ടിയാണ് മരണം സംഭവിച്ചത്. തീപിടുത്തത്തെ തുടർന്ന് അവിടുന്ന് അവർക്ക് ചികിത്സ നൽകാതെ അവർക്ക് നൽകിയിരുന്ന ചികിത്സ അവിടുന്ന് എടുത്തുമാറ്റി. അതാണ് സംഭവിച്ചത് എന്നാണ് ഉയരുന്ന സംഭവത്തെ സംബന്ധിച്ച് ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ സാങ്കേതികമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അന്വേഷണം നടക്കുകയാണ്. PWD ഇലക്ട്രിക്കൽ വിഭാഗം പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ഫോറൻസിക് പരിശോധന അവിടെ നടക്കുകയാണ്. ഈ സംഭവമുണ്ടായ MRI മെഷീന്റെ UPS റൂമിൽ ഉൾപ്പെടെ ഫോറൻസിക് ടീം ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. ഇപ്പോൾ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന, PWD ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ പരിശോധന, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന അവർ ഇപ്പോൾ നടത്തുകയാണ്. ഈ അന്വേഷണങ്ങൾ പൂർത്തിയായി ഒരു റിപ്പോർട്ട് വരുമ്പോൾ മാത്രമാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. PWD ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിലുള്ളത്, അതോടൊപ്പം ഇന്നത്തെ മീറ്റിംഗിൽ ഈ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ബാറ്ററിക്കുള്ളിലെ ഇന്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം എന്നുള്ളതാണ്. ഏതായാലും ഇത് സംബന്ധിച്ച് സാങ്കേതികമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആ സാങ്കേതികമായ ഒരു കണ്ടെത്തലിന് മുൻപ് ഇന്നതാണ് അതിൻ്റെ കാരണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കുകയില്ല. ഈ MRI മെഷീനെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം MRI മെഷീൻ്റെ UPSനെ സംബന്ധിച്ചിടത്തോളവും 2026 ഒക്ടോബർ വരെ ഇതിന് വാറണ്ടി ഉള്ളതാണ്. ഫിലിപ്സിൻ്റെ മെഷീനാണ് MRIക്ക് ഉള്ളത്. അതുകൂടാതെ ഈ UPSും അതുപോലെ UPS അനുബന്ധ ബാറ്ററികളുമായി ബന്ധപ്പെട്ടും നിർദ്ദിഷ്ട ഏജൻസി കൃത്യമായ മെയിൻ്റനൻസ് 6 മാസത്തിനിടയിൽ ഉള്ള മെയിൻ്റനൻസ് ആണ്. അതായത് 6 മാസത്തിന് ഇടയിൽ ഒരിക്കൽ അവർ പരിശോധിക്കണം എന്നുള്ളതാണ്. ഇതുവരെ പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഈ UPSുമായിട്ടോ ബാറ്ററികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ബയോമെഡിക്കൽ എഞ്ചിനീയറും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഡോക്ടേഴ്സും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും അവസാനം ഇവർ ഈ 6 മാസത്തിനുള്ളിൽ മെയിൻ്റനൻസ് നടത്തി അതിൻ്റെ രജിസ്റ്റർ ഉൾപ്പെടെ ഇവിടെ സൂക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് അത് കൃത്യമായി തന്നെ പരിശോധിക്കപ്പെടേണ്ടതായിട്ട് ഉണ്ട്. എത്രയും പെട്ടെന്ന് ഈ പരിശോധന പൂർത്തിയാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള നിർദ്ദേശം. കാരണം നമുക്കിപ്പോൾ MRI മെഷീൻ ഈ കൂളിംഗ് സംവിധാനം ഒന്നുമില്ലാതെ അത് ആ നിലയിൽ നിലനിർത്തുക, അങ്ങനെ നിലനിർത്തി പോന്നാൽ മെഷീന് കേടുപാടുകൾ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെയാണ് അതിനു വേണ്ടിയിട്ട് PWD ഇലക്ട്രിക്കൽ വിഭാഗവും KSEBയും ഒക്കെ ചേർന്നുകൊണ്ട് അതുപോലെ ആ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും എങ്ങനെയാണ് മെഷീന് കൂടുതൽ മറ്റ് കേടുകൾ, ഇപ്പോൾ മെഷീന് നിലവിൽ കേടുപാടുകളൊന്നും വന്നിട്ടില്ല, അപ്പോൾ എങ്ങനെ അത് സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ളത് അവർ ആലോചിച്ചിട്ട് അതിൻ്റെ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇതുകൂടാതെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2 കേസുകളാണ്. ഒന്ന് അസ്വാഭാവിക മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുണ്ട്. 2 ഈ ഒരു തീപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേസിൽ അവർ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തും. നമുക്ക് ഈ PMSSY ബ്ലോക്കിൻ്റെ താഴെയുള്ള നിലകളിൽ ഉൾപ്പെടെ CCTV ക്യാമറകൾ ഉൾപ്പെടെയുണ്ട്. നമ്മൾ രജിസ്റ്ററുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ CCTV ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിച്ച് ദൃശ്യങ്ങൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട്